ഒരു ഫോണും ഒരു ടി വിയും ഉണ്ടെങ്കിൽ നമുക്ക് ഫിഫ വേൾഡ് കപ്പ് 2026 നമുക്ക് ടി വിയിൽ ഫ്രീ ആയിട്ട് കാണാം. ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ടി വിയിലാണെങ്കിൽ ആൻഡ്രോയിഡ് സപ്പോർട്ടായിരിക്കണം. ഈ 2 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വീട്ടിലിരുന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മളെ ഫോണിൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കണം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിന് ശേഷം സെർച്ച് ബാറിൽ M-Pro Stream എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ നിലവിൽ ഓൾറെഡി ആ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഗൂഗിൾ ഹോംസ് എന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഞാൻ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മെനുവിലേക്ക് വരിക. നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ M-Pro Stream എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ താഴത്തൊരു സ്റ്റാർ ബട്ടൺ കാണാം. ആ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ബുക്ക് മാർക്ക് എന്ന ഓപ്ഷൻ വരും. അതിൽ നമ്മൾ സ്പോർട്സ് എന്നോ അല്ലെങ്കിൽ M24 എന്നോ സെലക്ട് ചെയ്യുക. അതിനിടയിൽ നമ്മൾ URL എന്ന ഓപ്ഷനിൽ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യാനുണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു M24 എന്ന ലിങ്ക് ഓപ്പൺ ആയി കിടക്കുന്നത് കാണാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാച്ചും നടന്നു കഴിഞ്ഞ മാച്ചിൻ്റെ ഹൈലൈറ്റ്സും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിലവിൽ അർജൻറ്റീനേൻ്റെ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ സ്ട്രീമിംഗ് പാർട്ട്നേഴ്സ് അവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് മാച്ച് നടക്കുന്ന സ്ട്രീമിംഗ് സെലക്ട് ചെയ്യുക. ഫസ്റ്റത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാച്ച് കാണാൻ പറ്റും. അതിനുശേഷം ഫോണിലേക്ക് വരിക. ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓപ്പൺ ചെയ്യുക. ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡും യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഓർത്തിരിക്കണം. അതിനുശേഷം നമ്മൾ ടി വി ഓപ്പൺ ചെയ്യുക. ടി വി നിർബന്ധമായിട്ടും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ആ ടി വിയിൽ ഗൂഗിൾ കാസ്റ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പുതിയ വരുന്ന ഏറെക്കൂടെ എല്ലാ ടി വിയിലും സപ്പോർട്ടാണ്. ടി വിയുടെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം വൈഫൈ കണക്ട് ചെയ്യുക. ഫോണിൽ കൊടുത്തിരിക്കുന്ന ഹോട്ട്സ്പോട്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡും സെയിം ആക്കി ആ സെയിം വൈഫൈ തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഡിവൈസ് പ്രിഫറൻസ് എന്ന ഓപ്ഷനിലോ അല്ലെങ്കിൽ താഴത്ത് മോഡ്സ് എന്ന ഓപ്ഷനിലോ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾവേസ് എന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത ശേഷം തിരിച്ച് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുക. ഫോണിൽ ഗൂഗിൾ ഹോംസ് എന്ന ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇമെയിൽ ID എന്തെങ്കിലും കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇതിൽ 4 സ്റ്റാർ ബട്ടൺ വരുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും മെനുവിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അടിയിൽ ഫാമിലി റൂം TV എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ നമ്മൾ കാസ്റ്റ് മൈ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് നൗ കൊടുക്കുക. അപ്പോൾ നമ്മളുള്ള ഫോണിലുള്ള വിൻഡോ ടി വിയിൽ കൃത്യമായി കാണാൻ പറ്റും. ഇതിന് ശേഷം നമ്മൾ മെനുവിലേക്ക് വരിക. വീണ്ടും നമ്മളെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. M-Pro Stream എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ നമ്മൾ ആൾറെഡി M24 എന്ന് പറഞ്ഞൊരു ലിങ്ക് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കിയാൽ നമ്മൾ നിലവിൽ ലൈവായി നടക്കുന്ന മാച്ച് ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ അർജൻറ്റീനയുടെ കളിയാണ് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മാച്ച് ഓപ്പൺ ആക്കുക. നമ്മൾ ഡിസ്പ്ലേയിൽ അതിൻ്റെ ഡിസ്പ്ലേ സൈസ് സൂമിങ്ങും കാര്യങ്ങളും കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ടി വിയിലും അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ നടക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ലൈവായി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ അത്യാവശ്യം നല്ല രീതിയിൽ 5G ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടി വിയും മൊബൈൽ ഫോണും തമ്മിൽ അധികം അകലം പാടില്ല. തൊട്ടടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ടി വിയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ അതുപോലെ ടൈപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി.
ഓക്കെ, താങ്ക് യു.